നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് പുതൂര്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോം ലോണിനെ പറ്റിയാണ്. ഭവന വായ്പ. എന്താണ് ഭവന വായ്പ? നമ്മളെല്ലാവരും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. പല സാഹചര്യങ്ങളിലും ലോൺ എടുക്കാറുണ്ട്. വീട് വെക്കാനായിട്ട് ലോൺ എടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നമുക്ക് ഭവന വായ്പ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭവന വായ്പ എന്നാൽ എന്ത്? ഭവന വായ്പയ്ക്ക് ബാങ്കിൽ അല്ലെങ്കിൽ ഫിനാൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന രേഖകൾ എന്തെല്ലാമാണ്, ഈ രേഖകൾ കൊടുക്കുമ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കുക, ഇത്രയും ഈ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്താണ് ഭവന വായ്പ? ഭവന വായ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആ വീട് പണിയാനായിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടുന്നു. 10 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ കൊണ്ടുവന്ന് നോക്കിയിട്ട് അതിന് ബാലൻസ് ഉള്ള പൈസ നമ്മൾ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നോ ഒരു ബാങ്കിൽ നിന്നോ നമ്മുടെ ആധാരത്തിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് പണം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ശരിക്കും ഭവന വായ്പ അഥവാ ഹോം ലോൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാനീ പറയുന്നത്, ഹോം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോം ലോൺ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബാങ്കിൽ കൊടുക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുക. ബാങ്കിൽ കൊടുക്കേണ്ടി ബാങ്ക് ആദ്യം നമ്മൾ ഏതൊരു വ്യക്തിയെ ലോണിന് ഒരു ബാങ്ക് സമീപിച്ചാലും ബാങ്ക് ആകെ 4 കാര്യങ്ങളാണ് പരിശോധിക്കുക. ഈ 4 കാര്യങ്ങളിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും ഏതൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു ഫിനാൻസിൽ നിന്നോ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം ബാങ്ക് നോക്കുന്നത് സിബിൽ നോക്കും, ആ വ്യക്തിയുടെ സിബിൽ നോക്കും. പിന്നെ ക്രെഡിറ്റ്, ലീഗല്, പിന്നെ ടെക്നിക്കൽ. ഈ 4 കാര്യങ്ങളാണ്. ലീഗല്, ടെക്നിക്കൽ, ക്രെഡിറ്റ്, സിബിൽ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാങ്ക് ആദ്യം പരിശോധിക്കുക. അപ്പോൾ ആദ്യം നോക്കുന്നത് സിബിലായിരിക്കും. ഈ സിബിൽ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ്. അഥവാ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോണിൻ്റെ ട്രാക്കുകൾ, അത് ഈ ലോണിൻ്റെ തിരിച്ചടവുകളെല്ലാം കൃത്യമാണോ, എന്തെങ്കിലും തരത്തിലുള്ള മുടക്കങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. അപ്പോൾ മാന്യമായ ഒരു സിവിൽ സ്കോർ നമുക്ക് ആവശ്യമാണ്. ആരോഗ്യകരമായ ഒരു സിവിൽ സ്കോർ എന്ന് പറയുന്നത് മിനിമം 750 മേപ്പോട്ട് നിൽക്കണം. 750 താഴെ പോകുന്നത് ആരോഗ്യകരമായ ഒരു സിവിൽ സ്കോർ അല്ല. എങ്കിലും 750 താഴെയുള്ളവർക്ക് ലോൺ കിട്ടാറുണ്ട്. പിന്നെ മിനിമം ഒരു 600-ഉം 500-ഒക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപ്പെട്ട ഫിനാൻസിൽ നിന്നൊക്കെ ലോൺ കിട്ടാൻ പാടായിരിക്കും. അഥവാ കിട്ടി തന്നെ നമുക്ക് കിട്ടിയാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. പിന്നെ ഏതൊക്കെ വ്യക്തികളായിരിക്കും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്, സിബിലിൽ നോക്കുന്നത്. പിന്നെ ക്രെഡിറ്റിലേക്ക് വരുമ്പോഴത്തേന് ക്രെഡിറ്റിൽ നമ്മൾ കൊടുക്കുന്ന രേഖകൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾ, നമ്മൾ ലോൺ എടുക്കാൻ പോകുന്ന ആളുടെ ഇൻകം ഡോക്യുമെൻറ്റ്സ് ആണ് പരിശോധിക്കുന്നത്. അതിപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അവരുടെ സാലറി സർട്ടിഫിക്കറ്റ്, സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഫോം സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് പരിശോധിക്കുക. പിന്നെ അഥവാ ഫിനാൻസ് ചെയ്യുന്ന ഒരാളാണ്, ഫിനാൻസ് അല്ല ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ITR നോക്കും, അല്ലെങ്കിൽ ബിസിനസ് പ്രൂഫ് നോക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിശോധിക്കുക. അപ്പോൾ ആ ഒരു സെഷനിൽ അങ്ങനെ പോകും. പിന്നെ നമുക്ക് വരുന്നത് ലീഗലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ലോൺ എടുക്കാൻ പോകുന്ന വ്യക്തിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയുടെ ആധാരം. ഇപ്പോൾ ഈ ആധാരം കൊടുക്കുമ്പോൾ ആധാരം, എൻ്റെ മുന്നാധാരം, എൻ്റെ കരം തീർത്തത്, ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ആ വ്യക്തിയിലേക്ക് കാണും. പിന്നെ പുതിയതായിട്ട് വേണ്ട ലൊക്കേഷൻ സ്കെച്ച്, കൈവശാവകാശം, ബാധ്യത, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ തമ്പ് പേജ്, ഇത്രയും കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലീഗൽ അഡ്വൈസർ, ഏത് ബാങ്കാണോ ഏത് ഫിനാൻസ് ആണോ എന്ന് വെച്ചാൽ ആ ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസർ ഈ രേഖകളെല്ലാം ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ഈ രേഖകൾ, ഈ ആധാരം ഈ വ്യക്തിയുടെ പേരിൽ തന്നെ ഉള്ളതാണോ, ഈ പ്രോപ്പർട്ടിക്ക് വഴിയും കാര്യങ്ങളൊക്കെ ആധാരത്തിൽ പറയുന്നുണ്ടോ, വേറെ ആർക്കെങ്കിലുമൊക്കെ ഇതിനകത്ത് അവകാശങ്ങളുണ്ടോ, തമ്പ് പേജും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്നൊക്കെയാണ് ഈ ലീഗൽ കാര്യങ്ങളിൽ പരിശോധിക്കുക. നാളെ ഈ വസ്തുവിൽ ഈ വ്യക്തിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഈ ലീഗലി നോക്കുക. പിന്നെ വരുന്നത് ടെക്നിക്കലാണ്. പിന്നെ അടുത്തത് ടെക്നിക്കൽ ഒരു ബാങ്കിൻ്റെ ആൾ നോക്കുന്നത്, ടെക്നിക്കൽ എഞ്ചിനീയർ നമ്മൾ ലോണിന് വേണ്ടി വെക്കുന്ന പ്രോപ്പർട്ടി സന്ദർശിക്കുമ്പോൾ അദ്ദേഹം നോക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നോക്കും. ഈ പ്രോപ്പർട്ടിക്ക് എത്ര ലക്ഷം രൂപയുടെ വാല്യുവേഷൻ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ഈ പ്രോപ്പർട്ടിക്ക് വഴിയുണ്ടോ, എത്ര മീറ്റർ വഴിയുണ്ട് എന്നുള്ളത് നോക്കും. പിന്നെ അതിനുശേഷം നോക്കുകയെന്ന് വെച്ചാൽ ഈ വസ്തുവിന് ടെക്നിക്കൽ എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കുന്നത്. അതായത് ഈ വസ്തുവിനോട് ചേർന്ന് റെയിൽവേ ട്രാക്കോ, കനാല്, പിന്നെ തോടുകൾ, പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലുകൾ, 11 kV, അമ്പലം, പള്ളി, കാവ്, സെമിത്തേരി,
ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഏകദേശം ഐഡിയ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടെക്നിക്കലി ഈ പ്രോപ്പർട്ടിയായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ നോക്കും. ഇപ്പം റെയിൽവേ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ NOC ഒക്കെ വേണ്ടി വരും വീട് പണിയാനായിട്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കനാൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ NOC വേണ്ടി വരും. വഴിയൊക്കെ പറയുന്നുണ്ട്, ഇതെല്ലാം നോക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ, ടെക്നിക്കൽ, ക്രെഡിറ്റ്, സിവിൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന രേഖകളിൽ ഇത് ബാങ്കുകൾ പരിശോധിക്കുക. ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ എന്തൊക്കെ രേഖകളാണ് ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പുള്ളിയുടെ സാലറി സർട്ടിഫിക്കറ്റ് ലേറ്റസ്റ്റ് കൊടുക്കേണ്ടി വരും. സാലറി സ്ലിപ്പ് ഒരു 6 മാസത്തേക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു 6 മാസത്തേക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഫോം 16, ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടി വരിക. അക്കൗണ്ട് സാലറി ഉള്ള ഒരാൾക്ക് കൊടുക്കേണ്ടി വരിക. പിന്നെ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിലെ ITR, ബിസിനസ്സിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന ITR, അതിൻ്റെ 3 വർഷത്തെ ലേറ്റസ്റ്റ് ITR ചെയ്തതിൻ്റെ കമ്പ്യൂട്ടർ ഷീറ്റ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് വേണ്ടി വരും. പിന്നെ ഈ വ്യക്തിയുടെ ബിസിനസ് പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഇൻകം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഇത്രയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് KYC എന്ന് പറയാം വ്യക്തിയുടെ. അതായത് പാൻ കാർഡ്, ആധാർ കാർഡ്, ലേറ്റസ്റ്റ് ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് KYCയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ വരുന്ന വസ്തുവിൻ്റെ ഡീറ്റെയിൽസാണ്. പിന്നെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പം ആധാരത്തിൻ്റെ കോപ്പി, മുന്നാധാരത്തിൻ്റെ കോപ്പി, പിന്നെ കരവട രസീതിൻ്റെ കോപ്പി, ലൊക്കേഷൻ സ്കെച്ച്, കൈവശാവകാശം, ബാധ്യത ഒരു 30 വർഷത്തെ മിനിമം കൊടുക്കേണ്ടി വരും. ഒരു 20 വർഷത്തെങ്കിലും മിക്ക ബാങ്കിലും ചോദിക്കും. 30 വർഷമാണ് പറയുന്നത്, 20 വർഷമെങ്കിലും മിനിമം വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ തണ്ടർ പേജ്, ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടി വരിക. പിന്നെ നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്ലാന്, എസ്റ്റിമേറ്റ്, പെർമിറ്റ്, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ കൊടുക്കണം. അപ്രൂവൽ പ്ലാൻ ആയിരിക്കണം. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എവിടെയാണോ നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് വെച്ചാൽ ആ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇത്രയും പെർമിറ്റ് കൊടുക്കേണ്ടി വരും. പെർമിറ്റ്, പിന്നെ പ്ലാന്, എസ്റ്റിമേറ്റ്, പെർമിറ്റ്, ഇത്രയും കാര്യങ്ങൾ കൂടെ കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള പരിശോധനകൾക്ക്, നിബന്ധനകൾക്കും ഒക്കെ വിധേയമായിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊരു ബാങ്കും ഏതൊരു ഫിനാൻസും നമുക്ക് ലോൺ തരിക. ഇതൊക്കെയാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ EMI-യിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇത്ര ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ലോൺ നമ്മൾ കൊടുക്കുന്ന അതോടെ പറയുമല്ലോ. ലോൺ നമ്മളൊരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് പറയുന്ന 85% നമുക്ക് ഫിനാൻസ് കിട്ടുള്ളൂ. മാക്സിമം 85%. അതായത് നമ്മളിപ്പോൾ ഒരു 25 ലക്ഷം രൂപയുടെ വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ആ 25 ലക്ഷത്തിൻ്റെ 85% ഫണ്ട് മാത്രമേ നമുക്ക് ലോൺ നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് ബാങ്ക് തരത്തുള്ളൂ. ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ലോൺ എടുക്കുന്ന ആൾ ആരാണോ ആ വ്യക്തി കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് വെച്ചാൽ നമുക്ക് EMI-യിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ലോൺ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഒരു 25 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തുന്നിരിക്കട്ടെ. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോണെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ലോൺ ഇറങ്ങുന്ന വെച്ചാൽ EMI കൊടുക്കേണ്ടി വരും. അതായത് EMI എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോൺ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഫൗണ്ടേഷൻ്റെ പൈസ കിട്ടുന്നു, ലിൻഡൽ, അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് 4 സ്റ്റേജായിട്ടാണ് ഫണ്ട് കിട്ടുക. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ച് കിട്ടുന്ന അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ്, അത് എടുത്ത എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കുന്നതിനാണ് EMI എന്ന് പറയുന്നത്. EMI അടയ്ക്കേണ്ടി വരും. പിന്നെ അതിനുശേഷം EMI സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫുൾ ലോൺ എമൗണ്ട് എത്രയാണോ നമുക്ക് അനുവദിച്ചാൽ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത മാസം തൊട്ട് നമുക്ക് ഫുൾ EMI സ്റ്റാർട്ട് ചെയ്യും. EMI എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ എടുത്ത എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത തുക ബാങ്ക് പറയും. ഇത്ര രൂപ വെച്ച് എല്ലാ മാസവും ഇത്ര ഇന്ന ഡേറ്റിൽ അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇതിനെയാണ് EMI എന്ന് പറയുന്നത്. EMI ശരിക്കും കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് EMI-യുടെ ഫുൾ ഫോം. ഇക്വേറ്റഡ് മന്ത്ലി ഇൻട്രസ്റ്റ് എന്നാണ് EMI-യുടെ ഫുൾ ഫോം. ഈ EMI നമ്മൾ അടയ്ക്കേണ്ടി വരും. ഈ EMI നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും അടയ്ക്കേണ്ടി വരും. പിന്നെ EMI അടച്ചു കഴിഞ്ഞാൽ, EMI നമ്മൾ അടച്ച് സ്റ്റാർട്ട് കഴിഞ്ഞാൽ മിനിമം ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും മിനിമം ഒരു 3-4 വർഷത്തേന് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ EMI അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ ഒരു 60% ഇൻട്രസ്റ്റിലായിരിക്കും പോവുക. ബാക്കി 40% മുതലിലേക്ക് കയറത്തുള്ളൂ. അത് മിക്ക ബാങ്കിൻ്റെയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഒരു 3-4 വർഷമായി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് കൂടത്തുള്ളൂ.
എടുത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ലോണിൻ്റെ ഒരു സ്വഭാവം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ലോണിന് ഒരു ബാങ്കിലേക്ക് സമീപിക്കുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ലോണിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകുള്ളൂ. ബാക്കി ലോൺ സംബന്ധമായിട്ട് ആ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറോ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കൺസൾട്ടൻറ്റിനെ കാണുന്നെങ്കിൽ ഇവർ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഏതൊരു ബാങ്കിലാണെങ്കിലും ഏതൊരു ഫിനാൻസിലാണെങ്കിലും ഒരു ഭവന വായ്പ ഇറങ്ങിയുള്ളൂ, ഫയൽ പാസ്സായി കിട്ടത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു മറ്റൊരാൾ പറയാതെ തന്നെ നമുക്ക് നമ്മുടെ ലോണിനെ പറ്റി നമുക്കൊരു മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ ധാരണയോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു കണ്ടന്റുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ ബൈ. ഓക്കെ, സീ യു.